വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, എന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. ഗ്രിഗോറിയോ ലോപ്പസ് ഫുവൻസ് എന്ന് പറഞ്ഞ ഒരു നൈജീരിയൻ എഴുത്തുകാരൻ്റെ വളരെ രസകരമായൊരു കഥയുണ്ട്. എ ലെറ്റർ ടു ഗോഡ്, ദൈവത്തിനൊരു കത്ത്. അതിനകത്ത് അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ, ഒരു കഥാപാത്രം, ഒരു പാവപ്പെട്ട കർഷകനായ ലെഞ്ചോ. അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു മലഞ്ചെരുവിൽ താമസിക്കുന്നു. താൻ തന്നെ കൊണ്ട് പറ്റുന്നതായിട്ടുള്ള കൃഷിയൊക്കെ ചെയ്ത് അതിൻ്റെ വിളവെടുപ്പിന് വേണ്ടി ആത്മാർത്ഥതയോടെ കാത്തിരിക്കുന്ന ലെഞ്ചോ എന്ന് പറഞ്ഞ ഒരു കർഷകനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയാണ് അദ്ദേഹം ഈ കഥയിലൂടെ വിവരിച്ചു വെക്കുന്നത്. ഒരു മഴ കിട്ടിയാൽ താൻ അനുഭവിക്കാൻ പോകുന്ന വിളവ് പത്തിരട്ടികമാകുമെന്ന് വിശ്വാസത്തോടെ തൻ്റെ ജീവിത സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ ലെഞ്ചോയുടെ ജീവിതത്തിലേക്ക് ആകസ്മികമായ ഒരു പെരുമഴ പെയ്തിറങ്ങുകയാണ്. മഴ പെയ്യാൻ തുടങ്ങി. ചെറുതായി തുടങ്ങിയ മഴ ശക്തിയാർജിച്ച് അവസാനം കല്ലുമഴ പെയ്ത് അവൻ്റെ വിളവെല്ലാം നശിക്കുന്നു. തൻ്റെ കുടുംബവും ഭാര്യയും മക്കളും പട്ടിണിയിലാകുമെന്ന് കരുതിയ ലെഞ്ചോ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അവൻ്റെ ഉള്ളിലുള്ള വിശ്വാസത്തെ അവൻ പുറത്തെടുക്കുന്നത്. അവനറിയാം തൻ്റെ വിളവുകളൊക്കെ നശിച്ചു പോയി. ഇനി ജീവിക്കണമെങ്കിൽ അവന് താൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും കിട്ടിയേ തീരൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൻ ദൈവത്തിന് കത്തെഴുതാൻ വേണ്ടി ഒരുങ്ങി. അവൻ കത്തെഴുതി. ആ കത്തിൻ്റെ ടു അഡ്രസ്സ് അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ അഡ്രസ്സ് അവൻ ദൈവത്തിൻ്റെ പേരെഴുതി, ഗോഡ്. അപ്പം അങ്ങനെ അവസാനം ഈ കത്ത് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചേരുകയാണ്. പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചേർന്ന കത്ത് പോസ്റ്റ്മാൻ്റെ കയ്യിലെത്തുമ്പോൾ പോസ്റ്റ്മാൻ തൻ്റെ സഹപ്രവർത്തകരെയും പോസ്റ്റ് മാസ്റ്ററെയും ഈ കത്ത് കാട്ടി എല്ലാവരോടും ഇദ്ദേഹത്തിൻ്റെ മണ്ടത്തരത്തെക്കുറിച്ചും എന്നാൽ അവൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചും കൊട്ടിഘോഷിക്കുന്നുണ്ട്. അവസാനം ഈ കത്തിൻ്റെ പൂർണ്ണരൂപം വായിച്ച് മനസ്സിലാക്കിയ പോസ്റ്റ് മാസ്റ്റർക്ക് ഈ കർഷകനോട് അലിവ് തോന്നുകയും തൻ്റെ ശമ്പളത്തിൻ്റെ 70% ബാക്കി വരുന്ന പൈസ തൻ്റെ സഹപ്രവർത്തകരിൽ നിന്നും പിരിച്ചിട്ട് ഇതിൻ്റെ ഉടമസ്ഥനായ ലെഞ്ചോയ്ക്ക് അവർ 100 ചോദിച്ചിരുന്നു, 70 കളക്ട് ചെയ്യുന്നു. ആ 70 പെസോസ്, അതാണ് ആ രാജ്യത്തിൻ്റെ നാണയം, 70 പെസോസ് ഈ ലെഞ്ചോയുടെ പേർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ഇവർ സന്നദ്ധരായി. പോസ്റ്റ് മാസ്റ്റർക്ക് സന്തോഷമായി. തനിക്കൊരു നല്ല കാര്യം ചെയ്യാൻ പറ്റിയല്ലോ. അതാണ് മദർ തെരേസ പണ്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, ഡു സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എവറി ഡേ. ആർക്കെങ്കിലും ഒരു ചെറിയ നന്മ ചെയ്യാൻ പറ്റുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. അപ്പം അങ്ങനെ പോസ്റ്റ് മാസ്റ്റർ തനിക്ക് ശേഖരിച്ച് കിട്ടിയ 70 പെസോസ്, 100 ലെഞ്ചോ ദൈവത്തിൽ നിന്നും ആവശ്യപ്പെട്ടത്, 70 കളക്ട് ചെയ്ത് ലെഞ്ചോയ്ക്ക് അയച്ചു കൊടുക്കുന്നു. ലെഞ്ചോയുടെ വീട്ടിൽ ഒരു ദിവസം ഈ പൈസ എത്തിച്ചേരുന്നു. കവർ പൊട്ടിച്ചെത്തിയ അവൻ്റെ വിശ്വാസത്തിന് ഒരു മതമില്ല. അവൻ വളരെ വിശ്വാസപൂർണ്ണതയോട് കൂടിയാണ് ദൈവത്തോട് ഈ കത്ത് ചോദിച്ചത്. കത്തിലെ പൈസ അവൻ എണ്ണി നോക്കിയപ്പോൾ തനിക്ക് കിട്ടിയ പൊതുക്കെട്ടിൽ 70, അവൻ 100 ചോദിച്ചിരുന്നത്, 70 കണ്ടു. അവൻ സങ്കടപ്പെട്ടു. കാരണം 30 പെസോസ് അല്ലെങ്കിൽ 30 നാണയങ്ങൾ കുറവായിരിക്കുന്നു. അപ്പോൾ അവൻ്റെ ഭാര്യയും മക്കളും എല്ലാം ഈ വർഷം പഞ്ഞത്തിലാകുമെന്നുള്ള അവൻ്റെ ഒരു വിഷമം അവിടെ പ്രതിഫലിക്കുന്നുണ്ട്. അവൻ വിചാരിച്ചു, ഒരിക്കൽ കൂടി ദൈവത്തിന് കത്തെഴുതണം. ദൈവമേ, ഞാൻ നിന്നോട് ചോദിച്ചത് 100 പെസോസാണ്, അല്ലെ 100 നാണയങ്ങളാണ്. അതിലെനിക്ക് 70 കിട്ടിയിട്ടുള്ളൂ. എനിക്കറിയത്തില്ല ഇത് നീ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചത് കൊണ്ടാണോ ഇതിൽ നിന്നും 30 കളവ് പോയിരിക്കുന്നതെന്ന്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട 2 കാര്യങ്ങളാണ്. ലെഞ്ചോയുടെ ആത്മാർത്ഥതയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സഹായിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന പോസ്റ്റ് മാസ്റ്ററും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും. എന്നാൽ ഈ സഹായിച്ച മനുഷ്യരെ അറിയാതെ അവരെ അദ്ദേഹം ഒരു വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നുണ്ട്, എ ബഞ്ച് ഓഫ് ക്രൂക്കഡ് പീപ്പിൾ എന്ന്. അപ്പം കൗശലക്കാരുടെ ഒരു കൂട്ടം ആളുകളാണ് പോസ്റ്റ് ഓഫീസിൽ ഇരിക്കുന്നതെന്ന് ലെഞ്ചോ അവരോട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ രണ്ടാമത് എഴുതുകയാണ്, തമ്പുരാനെ, നീ ഇനി എനിക്ക് അയക്കുന്ന 30 പെസോ
ഒരിക്കലും നീ പോസ്റ്റ് ഓഫീസിലെ ആളുകൾക്ക് അയക്കരുത്, നേരിട്ട് എൻ്റെ പേരിലേക്ക് അയച്ചു തരിക, കാരണം എനിക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെയാണ് കഥാകാരൻ പറഞ്ഞു വെക്കുന്ന മനോഹരമായ ഒരു ആശയം. ദൈവം മനുഷ്യരാൽ മറ്റൊരു മനുഷ്യനെ സഹായിച്ചപ്പോൾ സഹായം കിട്ടിയ മനുഷ്യൻ തന്നെ സഹായിച്ചവരാരെന്നറിയാതെ അവരെ കുബുദ്ധികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്നത്. ദൈവം ഒരിക്കലും നേരിട്ട് വന്ന് നമ്മളെ ആരെയും സഹായിക്കാറുമില്ല. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമുക്ക് ലഭ്യമാകുന്നത് നമ്മുടെ സഹോദരങ്ങളിലൂടെയും നമ്മുടെ അയൽവക്കംകാരിലൂടെയും നമ്മുടെ സഹപ്രവർത്തകരിലൂടെയും നമ്മുടെ കൂട്ടുകാരിലൂടെയൊക്കെയാണ്. അതാണ് ഓരോ മനുഷ്യനിലും ദൈവത്തിൻ്റെ മുഖം ദർശിക്കാൻ നമ്മൾ പഠിക്കണം. ഒരു ചെറിയ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെല്ലാവരും യുവജനോത്സവത്തിന് പോയി, സെൻറ്റ് ജെറോംസ് ഉള്ളിയാങ്കുടിയിൽ UP സ്കൂളിൽ നിന്ന്. അപ്പോൾ എൻ്റെ സീനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്, ജിസ്. ഞങ്ങളുടെ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനാണ്. ഞാനൊരു അവശ പാട്ടുകാരനായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ മത്സരിക്കാൻ പോകുന്നു. അദ്ദേഹത്തിന് ഫസ്റ്റ് പ്രൈസ് 3 ലഭിച്ചു. അപ്പം എൻ്റെ മനസ്സിലെ ഒരാശയം വെച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഇന്ന് ആരെയാണ് കണി കണ്ടത്? പൊടുന്നനെ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ കണ്ടവരെല്ലാം ദൈവത്തെ കണ്ടു. സത്യത്തിൽ അന്നെൻ്റെ ആ ഒരു വാക്യം, അദ്ദേഹം എന്ന് പറഞ്ഞ ആ ഒരു വാക്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു വിങ്ങുന്ന നോവായിട്ട് കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ കാണുന്നവരിലെല്ലാം ദൈവത്തിൻ്റെ മുഖം ദർശിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നു? അത് നമ്മുടെ ബലഹീനതയാണോ അതോ നമ്മുടെ അറിവില്ലായ്മയാണോ? ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു വാക്യം, അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി എൻ്റെ ജീവിതത്തെ പിന്നീട് പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിട്ട് മാറി. അതുകൊണ്ട് അന്ന് തൊട്ട് ആരെയൊക്കെ കാണുന്നവോ അവരിലെല്ലാം ദൈവത്തിൻ്റെ ഒരു മുഖച്ഛായ ദർശിക്കാൻ അന്നും ഇന്നും ഇപ്പോഴും എപ്പോഴും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സഹായിക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന അപരിചിതരെയെല്ലാം നമുക്ക് സ്നേഹിതരായിട്ട് പരിചരിക്കാൻ പറ്റുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ നന്മയുണ്ടാകുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ യഥാർത്ഥമായ മുഖം വെളിപ്പെടുന്നത്. ലെഞ്ചോയെ പോലെ അവിശ്വാസികളാകാതെ അദ്ദേഹത്തിൻ്റെ ഒരു അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഇത്തരം ഒരു കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുന്നത്. നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ അറിവിൻ്റെ നിറവിടങ്ങളായി സമൂഹത്തിൽ വ്യാപരിക്കുന്നവരാണ്. അപ്പം മറ്റുള്ളവരെ ഒരു നിമിഷ നേരത്തെ അവരുടെ പ്രവർത്തനം കൊണ്ട് വിലയിരുത്താതെ സ്നേഹത്തിൻ്റെ ആ ഒരു സ്ഫുരണമായിട്ട് നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് തുറന്നു വെക്കാൻ പറ്റുമ്പോഴാണ് ദൈവത്തിൻ്റെ മുഖം മറ്റുള്ളവരിൽ നമുക്ക് ദർശിക്കാൻ പറ്റുന്നത്. നമുക്ക് ചുറ്റുമുള്ളവരിലെല്ലാം നല്ല ദൈവത്തിൻ്റെ മുഖം ദർശിക്കാൻ, അവരെ സ്നേഹത്തോടെ ഉൾക്കൊള്ളുവാനും നമ്മളെ കഴിയുന്ന വിധത്തിലൊക്കെ സഹായിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അപ്പോഴല്ലേ നമുക്ക് സുന്ദരമായൊരു ലോകത്തെ കെട്ടിപ്പടുക്കാൻ പറ്റുന്നത്. ഈ സുന്ദരമായൊരു ലോകത്തെ കെട്ടിപ്പടുക്കുമ്പോഴാണ് നമ്മളെല്ലാവരും സഹവർത്തിത്വത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായൊരു ദിവസം ആശംസിച്ചുകൊള്ളട്ടെ. നന്ദി.